ഹലോ, സായ്സ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനേ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെയിറ്റ് ലോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ കിഡിലനായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എടുത്താൽ 2 പേർക്കൊക്കെ ധാരാളം കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേന് തന്നെ അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരും. ചില ആളുകൾക്ക് ഈ ഓട്സ് വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലേ. ഇവിടെ അങ്ങനെ കേട്ടോ, ഏട്ടന് വലിയ ഇഷ്ടമല്ല. അതിങ്ങനെ കുറുക്കി കഴിക്കുമ്പോൾ കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു മുറി സവാളയും ഒരു മുറി തക്കാളിയും കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും ഇട്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി കേട്ടോ. മുളകും പൊടിയൊക്കെ നമുക്ക് എരിവിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര എടുത്താൽ മതി. ഇനി അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വേറെ ചേർക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നന്നായിട്ട് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിച്ചപ്പ് മാത്രമാണ്, പുതിന എടുത്തിട്ടില്ല കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെ കേട്ടോ വന്നിട്ട്. നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടല്ലോ, ഉഴുന്ന് കൂട്ടിയ ദോശമാവ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കണ്ണനെതിരെ സാമ്പാർ ദോശ എന്ന് പറയൽ കേട്ടോ. കാരണം ആ ഉള്ളിയുടെയും തക്കാളീൻ്റെയും പിന്നെ മല്ലിച്ചപ്പിൻ്റെയൊക്കെ ആ ചുവ അങ്ങനെ വന്നിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തടി കുറയ്ക്കും വേണം, രാവിലെ ദോശ കഴിക്കും വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു റെസിപ്പി കേട്ടോ. കാരണം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്